ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പഴം വെച്ചിട്ടുള്ളൊരു നല്ല അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നന്ന പഴുത്തത് എടുക്കാതെ ഒരു മീഡിയം ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. ഞാൻ എടുത്തത് കുറച്ച് പഴുത്തതായി പോയി, അതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ഇതിന് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 ഗ്ലാസോളം പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, ചെറിയ ബൗളായാലും മതി. അതിൽ 1/2 കപ്പ് പാലെടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമായി ഞാനിവിടെ 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂണ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ടയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നല്ല സ്മൂത്തായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ, ഒട്ടും കട്ടയില്ലാതെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ നേരത്തെ മുറിച്ചെടുത്ത പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പഴമെല്ലാം 2 സൈഡും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് അത്രേ വേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിനാവശ്യമായി 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയും തേങ്ങയും നല്ല രീതിയിലൊന്ന് മിക്സായി വരണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്ത് വരണം. ഒരു ഗോൾഡൻ ഷെയ്ഡായി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങേൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് സെയിം പാനിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലും മുട്ടയും മൈദയൊക്കെയുള്ള മിക്സാണിത്. അതൊന്ന് ഒഴിച്ച് നല്ല രീതിയിൽ എല്ലാ രീതിയിലും ഒരുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. എല്ലാ രീതിയിലും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം എടുത്ത് ചുറ്റിച്ച് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആ ബാറ്ററിൽ ചേർക്കാവുന്നതാണ്. ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച പഴം ഓരോന്നായി ഇതിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. അത്യാവശ്യം നല്ല വലിയ പഴം ആണെങ്കിൽ മൊത്തത്തിൽ ആ പാൻ മൊത്തത്തിൽ കവറാവും. അതിന് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും റെഡിയാക്കി വെക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കണം. ഇത് ജസ്റ്റ് സാവധാനം വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പൊട്ടിപ്പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഒരു സ്പാച്ചിലയോ എന്തെങ്കിലും സ്പൂണോ അതുപോലെ എടുത്തിട്ട് നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് തന്നെ റോൾ ചെയ്തെടുത്താൽ മതി.
ഞാനിവിടെ ഫോർക്ക് എടുത്തുകൊണ്ട് ഫോർക്കിൻ്റെ ആ ഒരു തട്ടം കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുപോലെ തോന്നും. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കാണുമ്പോൾ തോന്നുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫോർക്ക് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആ ഭാഗം ഒന്നും കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.